റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം. സന്ധികളിലുണ്ടാകുന്ന വാതരോഗങ്ങളിൽ ഒന്ന്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണുന്നതാണ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. സൈനോവിയത്തിലെ നീർക്കെട്ട് ക്രമേണ അസ്ഥി, തരുണാസ്ഥി എന്ന് വെച്ചാൽ കാർട്ടിലേജ് എന്നിവയിൽ ബാധിച്ചാണ് വേദന ഉണ്ടാകുന്നത്. പ്രായം ചെന്നവരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരിലും കാണാറുണ്ട്. പാരമ്പര്യം ഒരു കാരണമാണ്. പിന്നെ വരുന്നത് ബിരുദാഹാരം, തെറ്റായ ആഹാര രീതി, പുകവലി, മദ്യപാനം രോഗത്തിൻ്റെ തീവ്രത കൂട്ടുന്നു. ലക്ഷണങ്ങൾ ഏതൊക്കെയെന്നാൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ്, തണുത്ത കാലാവസ്ഥ എന്നിവയൊക്കെ രോഗത്തിൻ്റെ തീവ്രത എടുത്തു കാണിക്കുകയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ വേദന എടുത്തു കാണിക്കുന്നു. കൂടുതൽ നേരം ഇരുന്നതിന് ശേഷം എണീക്കുമ്പോൾ വേദന കാണിക്കുന്നു. മറ്റ് ലക്ഷണങ്ങൾ ഏതൊക്കെയെന്നാൽ മാംസപേശികൾ വേദന കാണിക്കുക, വഴക്കമില്ലായ്മ, മരവിപ്പ്, പെരുപ്പ്, ക്ഷീണം. ആദ്യം ചെറിയ ചെറിയ സന്ധികളിൽ വേദന വന്ന് പിന്നെ വലിയ സന്ധികളായ കാൽമുട്ട്, കൈമുട്ട്, ഇടുപ്പ്, തോളെല്ല് എന്നിവയിൽ വേദന എടുത്തു കാണിക്കുന്നു. ട്രീറ്റ്മെൻറ്റിലൂടെ വേദനയും വീക്കവും കുറഞ്ഞ് നിയന്ത്രണ വിധേയമാക്കുമ്പോൾ ചിട്ടയായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ഇനി അഥവാ ചികിത്സ എടുത്തില്ല എന്നുണ്ടെങ്കിൽ രോഗം വൈകല്യത്തിലേക്ക് നയിക്കാം. കൈവിരലുകൾ മടക്കാൻ ആവാതിരിക്കുകയും വിരലുകൾ പുറത്തേക്ക് വളയുകയും ചെയ്യുന്ന അവസ്ഥ കാലക്രമേണ ലങ്സ്, ഹാർട്ട്, കിഡ്നി എന്നിവയിൽ രോഗം ബാധിക്കാം. രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകാം, നാഡീനരമ്പുകൾ ബലക്ഷയമുണ്ടാകാം. മരുന്നിൻ്റെ ഉപയോഗം ലക്ഷണങ്ങളെ ശമിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. രോഗത്തിൻ്റെ നിർവീര്യമാക്കാൻ ചികിത്സയുടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിയന്ത്രണ വിധേയമായതിനു ശേഷം ചിട്ടയായ വ്യായാമവും ആഹാര രീതിയും ശീലിക്കേണ്ടതാണ്.